മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സാഹറിനെ കണ്ണനാണെങ്കിൽ നിർബന്ധിച്ച് കമലേശ്വരം തറവാടിൻ്റെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഈ സമയത്ത് ദുർഗയ്ക്കും ഉണ്ണിക്കും അത് കണ്ടിട്ടാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, എനിക്കിവൻ ഈ വീടിനകത്തേക്ക് കയറുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പം അതിനിത് അമ്മയുടെ വീടല്ലല്ലോ, അമ്മയുടെ പേരിലേക്ക് ഇത് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ, ഇതെൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിൽ ആര് കയറണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എന്തായാലും ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളെക്കാളും യോഗ്യതയും അർഹതയും സാഗറിന് ഇവിടെ കയറാനുണ്ട്. ഇവനിവിടുത്തെ മരുമകനാണ്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇവനെ എൻ്റെ മരുമകനായിട്ട് ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, ഇനിയൊട്ട് അംഗീകരിക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും മേഘനയല്ലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ, മേഘൻ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നിങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങളും നിങ്ങളുടെ മകനും മരുമകളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് മേഘനയല്ലേ. അതുമാത്രമല്ല ഇനിയും മഞ്ജുവിനെ മേഘൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പറഞ്ഞു വിടണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കണേ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി മഞ്ജുവിന് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് സാഗറിൻ്റെ ഒപ്പമായിരിക്കും, അല്ലാതെ മേഘൻ്റെ ഒപ്പം മഞ്ജുവിനൊരു ജീവിതം ഉണ്ടാവില്ല എന്ന്. ഇതൊക്കെ കേട്ട് സാഗറിനും മഞ്ജുവിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതേസമയം കരുണയ്ക്കൊക്കെയാണെങ്കിൽ നല്ല അടി കിട്ടിയതുപോലെ തന്നെ ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ സോപ്പിട്ട് ഇവർ കാര്യം നടത്തും, ഇപ്പം നിങ്ങളുടെ സ്വത്തും പണമൊക്കെ കണ്ടിട്ടാണ് ഇവൻ നല്ലവനായേക്കണേ, ഇതിനു മുമ്പ് ആ മഹാലക്ഷ്മീനെ വളച്ചെടുക്കാൻ വന്നവനല്ലേ ഇവൻ. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അന്ന് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അന്ന് എനിക്ക് നേരും നെറി ഉണ്ടായിരുന്നില്ല, പക്ഷേ മഞ്ജുവിനെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ സ്വഭാവമൊക്കെ മാറി. അന്ന് എന്നെ ആ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ ആ മേഘന, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്നൊരു തെറ്റ് ചെയ്തത്. പിന്നെ നിങ്ങൾ ചിന്തിക്കണത് പോലെ ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു, ഇപ്പം ഞാൻ നിങ്ങൾ ചിന്തിക്കണ പോലെ ചിന്തിക്കണില്ല, ഞാനിപ്പോൾ നേരായ മാർഗ്ഗത്തിലൂടെ ചിന്തിക്കണോളൂ. ഇപ്പം തന്നെ ഞാൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടത് തന്നെ കണ്ണൻ സാറിനൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ. കണ്ണൻ സാറിന് എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അപ്പം മാർക്കോയ്ക്കും ലോപ്പസിനും ഒപ്പം ഞാനും കൂടി ചെല്ലുകയാണെങ്കിൽ കണ്ണൻ സാറിന് ഈസി ആയിട്ട് മല കയറാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ കണ്ണൻ സാറിൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടൊന്നും അല്ലാന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതൊക്കെ നീ ഇപ്പോൾ പറയണതല്ലേ, കാര്യത്തോടെ അടുക്കുമ്പോൾ അറിയാം നിൻ്റെയൊക്കെ സ്വഭാവം, എന്തായാലും പോണ വഴിക്ക് ഇയാളെ നീ കൊല്ലാതിരുന്നാൽ മതി എന്നൊക്കെ. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, മതി നിൻ്റെ സംസാരം, എന്തായാലും നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ആ മേഹൻ്റെയും പിന്നെ എൻ്റെ രണ്ടാനമ്മയുടെ ആ ആങ്ങള വാമദേവൻ്റെ ഒന്നും സ്വഭാവം എന്തായാലും സാഗറിനില്ല, ആ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നീട് നമ്മളുടെ ആ സ്വാമി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയില്ലേ, ഇനിയിപ്പോൾ അതിന് വേണ്ട പൂജാകർമ്മങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടി വെളിയിലിറങ്ങിയിട്ട് ആ പന്തലിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദുർഗയും കരുണയും ഉണ്ണിയും ആ ഭാഗത്തേക്ക് പോലും വരുന്നില്ല. മഞ്ജു സാഗറൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ തിരുമേനിമാർ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരുമേനിമാർ കെട്ടൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. മഹാലക്ഷ്മി അപ്പം മാർക്കോയോട് പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ വെച്ച് ആ ഒരു അമ്മയെ കണ്ടിരുന്നു, ആ അമ്മ പറഞ്ഞത് കണ്ണേട്ടൻ്റെ ഈ പ്രാവശ്യത്തെ മലകയറ്റം കുറച്ച് ദുർഘടമായിരിക്കുമെന്ന്. ഇപ്പം കണ്ണേട്ടന് മോശം സമയം, അതുകൊണ്ട് മാർക്കോ കണ്ണേട്ടനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും ഈ പ്രാവശ്യം കണ്ണേട്ടൻ നടന്നു പോകാനല്ലേ തീരുമാനിച്ചേക്കണേ, അതുകൊണ്ട് എനിക്ക് ഇത്രയധികം പേടിയെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മഹാലക്ഷ്മി പേടിക്കണ്ട, കണ്ണൻ സാറിന് ഒരു ആപത്തും വരാതെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് തന്നേക്കാം, ഇനി അതോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടൊന്നും നിൽക്കണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു. അതേസമയം കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, എന്തായാലും അവൻ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നടന്നു വരുവോടോ പ്രതാപമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ മണ്ടത്തരമായി പറയണേ, അവൻ്റെ കാലുകൾ ഇതുവരെയും അനങ്ങി തുടങ്ങിയിട്ടില്ല, അന്നത്തെ ആ ഒരു ആക്സിഡൻറ്റ് അവൻ്റെ നട്ടലിന് അത്രയേറെ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ ഈ പ്രാവശ്യം മേഘനാഥൻ ആരോഗ്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവനെ വഴിക്ക് വെച്ച് തട്ടിക്കളയാനായിട്ട്, അതുകൊണ്ട് തന്നെ ഇനി അവൻ ശബരിമലയിൽ നിന്ന് തിരിച്ചു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്കതൊന്നും തോന്നണില്ല പ്രതാപ, എന്തായാലും ആ അയ്യപ്പ ഭഗവാൻ അവൾക്ക് കൂട്ടിനുള്ളത് കൊണ്ട് തന്നെ അയ്യപ്പ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് കണ്ണനെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇനിയിപ്പോൾ ആ മേഘനാഥൻ അതിനു വേണ്ടി പുറപ്പെട്ട തിരിച്ചടി കിട്ടാൻ പോണത് അവനക്ക് തന്നെയായിരിക്കും. അന്ന് തന്നെ നീ ഓർക്കണില്ലേ, നമ്മൾ ആ വിഗ്രഹം കൊണ്ടേ കളയാൻ പോയിട്ട് നമ്മളെ വണ്ടി ഇടിച്ച് നമ്മളെ ആസ്പത്രിയിലായി, വിഗ്രഹമാണെങ്കിൽ തിരിച്ച് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പാടില്ലേ, അവൾ അയ്യപ്പ ഭഗവാനെ ആവാഹിച്ച് അവളുടെ കയ്യിലാക്കി വെച്ചേക്കും, അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കുള്ളൂ. ഇനിയിപ്പോൾ മേഘന് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയണമെന്ന്.
അതേസമയം മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കണ്ണൻ മലയ്ക്ക് പോയാൽ തിരിച്ചു വരില്ല എന്ന് അവനക്ക് ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഗുണ്ടകളും മേഘനാഥന് വാക്ക് കൊടുത്തിട്ടുണ്ട്. മേഘൻ സാർ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട, ഇനി അയാൾ തിരിച്ചു വരുന്ന പ്രശ്നമല്ല, അയാളെ ഞങ്ങൾ എരുമേലിയിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ മേഘനാഥൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാമദേവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് മേഘ, വട്ടായോ? നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ എന്താണെന്ന് ചോദിക്കുമ്പം, വട്ടായതൊന്നും അല്ല അച്ഛാ, അവനക്ക് ഈ മാസം കഷ്ടകാലം പിടിച്ച സമയം, അവൻ്റെ ജന്മമാസം അവനക്ക് നല്ലതല്ല. അതുകൊണ്ടാണല്ലോ 20 വർഷം മുമ്പ് അവൻ്റെ ജന്മമാസത്തിൽ അവനക്ക് അവൻ്റെ അച്ഛനെ നഷ്ടമായതും അവൻ്റെ എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവ് നഷ്ടമായതും അവൻ വീൽ ചെയറിലായതും. അതുകൊണ്ട് തന്നെ ഈ ജന്മമാസത്തിൽ അവൻ്റെ ജീവനും നഷ്ടമാകുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പം കളിക്കുന്ന ഈ കളി കൈവിട്ട കളിയാട്ടോ മേഘ, ഇതെങ്ങനെ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നീ കളിക്കുന്നത് കണ്ണനോടും മഹാലക്ഷ്മിയോടും മാത്രമല്ല, അയ്യപ്പ ഭഗവാനോട് കൂടിയ, അതും മഹാലക്ഷ്മിയുടെ ഇഷ്ട ഭഗവാനാണ് അയ്യപ്പ ഭഗവാൻ. അവളുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹത്തിന് തന്നെ അപാര ശക്തിയാണ്. അപ്പം പിന്നെ ശരിക്കുള്ള ഭഗവാന്റെ ശക്തി നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ശബരിമല ദർശനത്തിനിടെ കണ്ണനെ കൊല്ലാൻ നീ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന്. ആ സമയത്ത് ഈ മേഘം പറയുന്നുണ്ട്, അച്ഛൻ അതും പറഞ്ഞുകൊണ്ടിരുന്നോ, എന്തായാലും അച്ഛൻ്റെയും പ്രതാപനങ്ങളുടെയും അറിവോട് കൂടിയല്ലേ അന്ന് കണ്ണനും ആ ആക്സിഡൻറ്റ് ഉണ്ടായത്. അതും ആ കണ്ണൻ്റെ ജന്മമാസം അറിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഈ ജന്മമാസത്തിൽ അവൻ്റെ ആയുസ് ഒടുങ്ങും. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, അവൻ മരിച്ചതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണ് മേഘ കിട്ടണേന്ന് ചോദിക്കുമ്പം, അവൻ്റെ സ്വത്തുക്കളാണ് ഞാൻ ആഗ്രഹിക്കണത്, അവൻ്റെ സ്വത്തുക്കൾ ഞാൻ ചെറുതിലേ മുതൽ ആഗ്രഹിക്കണത്, അതെനിക്ക് കിട്ടണം. അന്നേരം മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, അതിന് കമലേശ്വരത്ത് സ്വത്ത് കിട്ടാൻ നിനക്ക് എന്താ അവകാശം, നിനക്ക് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം, പിന്നെ മഞ്ജുവിൻ്റെ ഭർത്താവല്ലായിരുന്നോ ഞാൻ എന്ന് ചോദിക്കുന്നു. നീ ഭർത്താവായിരുന്നു, ഇപ്പം നീയാണോ അവളുടെ ഭർത്താവ്, പിന്നെ നിനക്ക് എങ്ങനെ സ്വത്ത് കിട്ടുമെന്നാണ് നീ പറയണേന്ന് ചോദിക്കുമ്പം, ഞാൻ കണ്ണനെ മാത്രമല്ല സാഹറിനെയും തീർക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവനും കണ്ണനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിന് പോകാൻ വേറെ ഇടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മഞ്ജു ഉറപ്പായിട്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ പിന്നെ കണ്ണൻ്റെ സ്വത്തുക്കളിൽ എനിക്ക് അവകാശം ഉണ്ടാവില്ലേ. ഞാൻ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ണനെ തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തേക്കണത്. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, നീ ഇത്ര പൊട്ടനായി പോയല്ലോടാ, ഇനിയിപ്പോൾ സാഹർ മരിച്ചാലും കണ്ണൻ മരിച്ചാലും മഞ്ജു നിൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവൾ നിന്നെ അത്രയധികം വെറുത്തുപോയി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സാഹറിൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവൾ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ. ഇവിടെ ഇത്ര കാലം ജീവിച്ചെങ്കിലും അവൾ നിൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്ന് ചോദിക്കണം. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അച്ഛൻ്റെ ഈ മാതിരി വർത്താനം എനിക്ക് ഒട്ടും ഇഷ്ടമാവണില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും അച്ഛനിപ്പോൾ നെഗറ്റീവ് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും ഞാൻ പോയി ആ ഗുണ്ടകളെ കണ്ട് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മേഘനാഥൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മേഘൻ്റെ പോക്ക് കണ്ടുകൊണ്ട് സീമന്തിനെയും സ്വാതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് സീമന്തിന് ചോദിക്കുന്നുണ്ട്, അവനിത് എവിടെ പോണതാന്ന് ചോദിക്കുമ്പം, അവനക്കുള്ള പണി മേടിക്കാനായിട്ട് പോണതാ. ഇപ്പം അവൻ കളിക്കുന്നത് കണ്ണനോടും മഹാലക്ഷ്മിയോടും അല്ല, ശരിക്കും അയ്യപ്പ ഭഗവാനോട് തന്നെയാണ്. ശബരിമലയ്ക്ക് മാലയിട്ട് മലയ്ക്ക് പോകുന്ന കണ്ണനെയും സാഗറിനെയും മാർക്കോയും കൊല്ലാനാണ് അവൻ തീരുമാനിച്ചേക്കണത്. ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട്, അത് വലിയ അപകടം പിടിച്ച കാര്യമല്ലേ, എന്തായാലും കണ്ണൻ മലയ്ക്ക് പോയി വന്നിട്ട് അവനെ കൊല്ലാൻ നോക്കിയാൽ പോരെ, മാലയിട്ടിരിക്കുന്ന ഒരാളെ കൊല്ലാൻ നോക്കിയാൽ അത് നടക്കുമെന്ന് വിചാരിച്ചാണോ? അയ്യപ്പ ഭഗവാൻ അവർക്ക് കൂട്ടിനുണ്ടാവും. ഇനിയിപ്പോൾ മേഘനും നിങ്ങളെപ്പോലെ വീൽ ചെയറിൽ ഇരിക്കാനായിരിക്കും യോഗത്തെ തടയാൻ ആർക്കെങ്കിലും പറ്റുമെന്ന്. ഈ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞു ഇനി അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം, പക്ഷെ അവൻ കേൾക്കണില്ല. അവന് കൂട്ടിനായിട്ട് ആ പ്രതാപനും ഉണ്ട്. പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ മോളുടെ സന്തോഷം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുക. അയാൾക്ക് സപ്പോർട്ടായിട്ട് അയാളുടെ അമ്മയുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥൻ ആ ഗുണ്ടകളുടെ അടുത്ത് ചെന്നിട്ട്, എന്താ ഈ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടില്ലേ, ആയുധങ്ങൾ കുറച്ച് കൂടുതൽ നിങ്ങൾ കയ്യിൽ കരുതണം എന്ന് പറയുമ്പോൾ അതെല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മലയ്ക്ക് പോണ വഴി അവർ ഏത് വഴിക്കാണ് പോണേന്ന് അറിഞ്ഞാൽ മതി. എരുമേലി വഴിയാണെങ്കിൽ അവിടെ വെച്ച് തീർക്കാൻ എളുപ്പം, അവിടെ വിജനമായ സ്ഥലമായതുകൊണ്ട് വേറെ ആരുടെയും ശ്രദ്ധയപ്പെടൂല. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ തീർക്കുമ്പം ആദ്യം തന്നെ മാർക്കോയെ തീർക്കണം. മാർക്കോയാണ് അവരിൽ ഏറ്റവും ശക്തിയുള്ളവൻ. അവനെ തീർത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിതറി ഓടിക്കോളും. ആ സമയത്ത് ആ സാഹറിനെയും കണ്ണനെയും കൂടി തീർക്കാൻ പറ്റുമെന്ന്. അന്നേരം ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മേഘൻ സാറ് ടെൻഷൻ ആവണ്ട, എന്തായാലും ഈ പ്രാവശ്യം ഈ കൊട്ടേഷൻ ഞങ്ങൾ നടത്തിയിരിക്കും, അതിന് സാർ ഉദ്ദേശിക്കണ റിസൾട്ടും കിട്ടും, പിന്നെ ഞങ്ങളുടെ പ്രതിഫലം അത് കൃത്യമായിട്ട് തരണമെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും കേട്ടോ എന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം നടത്തിയിട്ട് വാ, നിങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഞാൻ തരാൻ തയ്യാറാണ്, അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട.
അവൻ ഈ ലോകത്തുനിന്ന് പോയി കണ്ടാൽ മതി എനിക്കെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണന് എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്തിട്ട് ആ തലയിൽ കെട്ട് നിറച്ച് കൊടുക്കുകയാണ് ആ സ്വാമിമാർ. അങ്ങനെ കെട്ട് നിറച്ച് കണ്ണൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും സ്വാമിയെ ശരണം അയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥന നിരതരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഉണ്ണിയും ദുർഗയും കരുണയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി പല്ലിറമിക്കൊണ്ട് പറയുന്നുണ്ട്, ഇയാൾ പോയാൽ ഇത് ഒടുക്കത്തെ പോക്കായിരിക്കണം, ഇനി ഇയാൾ തിരിച്ചു വരരുതെന്നൊക്കെ ഇങ്ങനെ കരുണ പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അത് മോള് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും മോളെ, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും മേഘം ചെയ്തിട്ടുണ്ട്. ഇവൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മിയെ നമുക്ക് നിസ്സാരമായിട്ട് ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമോ. സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയിന്നാണ് എനിക്ക് തോന്നണേ. അതും ശബരിമലയ്ക്ക് മാലയിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്ന ആളുകളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഏത് രീതിയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഏട്ടനെ എടുത്തുകയും പായസത്തിൽ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയിട്ട് നഷ്ടം വന്നത് ആർക്കാ? കർണിക്ക് കർണയുടെ കുഞ്ഞു പോയി. ഇനിയിപ്പോൾ മേഘേട്ടന് എന്ത് ദുരന്തമാണോ സംഭവിക്കാൻ പോണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഒരു ദുരന്തവും സംഭവിക്കില്ല, എന്തായാലും കണ്ണൻ്റെ ഈ പോക്കോടുകൂടി കണ്ണൻ തിരിച്ചു വരരുത് ജീവനോടെ, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് കർണ ചോദിക്കുന്നുണ്ട്, അപ്പം മഞ്ജുവിൻ്റെ കാര്യം എങ്ങനെയാണ് അമ്മ കൈകാര്യം ചെയ്യണമെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ കണ്ണൻ പോയി കഴിഞ്ഞാൽ സാഗറും കൂടെ പോകുമല്ലോ, അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ ഞാനിവിടെ പിടിച്ചു നിർത്തുമെന്ന്. പിന്നീട് നമ്മളുടെ കണ്ണനും സാഗറും മാർക്കോയും എല്ലാവരും കൂടി കെട്ട് നിറച്ച് വണ്ടിയിലോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മി വീണ്ടും മാർക്കോയോട് പറയുന്നുണ്ട്, മാർക്കോ കണ്ണേട്ടനെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാപത്തും കൂടാതെ കണ്ണേട്ടനെ മലയിൽ എത്തിക്കണം കേട്ടോ. ആ സമയം മാർക്കോ പറയുന്നുണ്ട്, ഞാനല്ലേ കണ്ണൻ സാറിൻ്റെ കൂടെയുള്ള മഹാലക്ഷ്മി, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങൾ പോണതുപോലെ തന്നെ തിരിച്ചും കൊടുത്തും, ആ കാര്യത്തിൽ മഹാലക്ഷ്മിക്ക് ഒരു സംശയവും വേണ്ടാന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ഇങ്ങനെ സന്തോഷത്തോடு നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.